ഓക്കെ. അതായത് അവിടെ നല്ലൊരു ശതമാനം ആൾക്കാരും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് വൈകുന്നേരങ്ങളിൽ വന്നിട്ട് അവിടെ രാത്രി സ്റ്റേ ചെയ്ത് രാവിലെ കുളിച്ച് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ളൊരു ആഗ്രഹത്തോടായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ വൈകുന്നേരങ്ങളിൽ അവിടെ വളരെ വലിയൊരു റഷ് ഫീൽ ചെയ്യുന്നത്, റഷ് ഉണ്ടാവുന്നത്. ഇനി അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഇപ്പോൾ ബസന്ത് പഞ്ചമി വരുന്നുണ്ട്. അപ്പോൾ ബസന്ത് പഞ്ചമി അതിൻ്റെ രീതിയിലുള്ള ഭക്തരും കൂടുതൽ ആൾക്കാരവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇന്നലെ ഞാനിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ വിളിച്ച് പറയുന്നത് ഇന്നലെ ഏകദേശം 10 കോടി ജനങ്ങളാണ് അവിടെ വന്നു എന്നുള്ളതാണ്. അത് വളരെ വലിയൊരു നമ്പറാട്ടോ. 10 കോടി ജനങ്ങളെ അവിടെ എങ്ങനെയായിരിക്കും അക്കോമഡേറ്റ്, എനിക്കത് മനസ്സിലാവും. അത്രയും ആൾക്കാർ അവിടെ വരുമ്പോൾ എത്രമാത്രം കൺജഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളത്. ഇനിയിപ്പോൾ ഈ സമയത്ത് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു വീഡിയോ ഇടുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. രാവിലെ പോയിട്ട് ഞാനൊരു കാൽക്കുലേഷനിലൊന്നും അല്ല പോയത്. ഞാൻ ചെല്ലുന്ന സമയത്ത് അവിടെ പീക്ക് അവേഴ്സോ ഒരുപാട് ആൾക്കാരോ ഭയങ്കര തിരക്കോ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ഈ പറഞ്ഞ സമയം, അതൊരു 12:30 മണി എന്ന് പറയുന്ന സമയത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടി. വൈകുന്നേരം നല്ലൊരു തിരക്കാവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് വരാനും പറ്റി. അതായത് എൻ്റെ യാത്ര സിംപ്ലി ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വാരാണസിയിൽ നിന്ന് പ്രയാഗ്രാജ് അവിടെ എത്തി, അവിടെ നിന്ന് നടന്ന് ത്രിവേണി സംഗമം നടക്കുന്ന ഘാട്ട്, അതായത് സംഗം ഘാട്ട്, അവിടെ നിന്ന് കുളിച്ചിട്ട് അപ്പോഴും തന്നെ ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ തിരിച്ച് ഞാൻ വാരാണസി എൻ്റെ ഹോട്ടലിൽ എത്തി. വൈകുന്നേരം ഒരു 8 മണിയോടുകൂടി, അതായത് രാവിലെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, വൈകുന്നേരം 8 മണിയായപ്പോഴേക്കും ഞാൻ തിരിച്ച് എൻ്റെ ഹോട്ടലിൽ, വാരാണസിയിലുള്ള ഹോട്ടലിൽ എത്തി. പക്ഷേ ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ ആരും അവിടെ പോകരുത്. കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വയസ്സായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ വളരെ ശ്രദ്ധിക്കുക. ഈ തിരക്ക്, അതായത് സ്റ്റാമ്പേഡ്, തിക്കിലും തിരക്കിലും പോയിട്ട് മരണപ്പെടുക എന്ന് പറയുന്നത് എനിക്കൊന്ന് ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഞാൻ പോയപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അതെൻ്റെ ഒരു ഭാഗ്യമായിട്ട് തന്നെയാണ് കരുതുന്നത്. എനിവേ, നിങ്ങൾ സൂക്ഷിക്കുക. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യാം. ഞാൻ ഡെഫിനറ്റ്ലി റിപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്രയും തിരക്കുള്ള സമയത്ത് പോകരുത്. ഈ ബസന്ത് പഞ്ചമി February 2 ആണ് ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ലോജിക്ക് വെച്ച് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ പോയി നോക്കുക. എനിക്ക് തോന്നുന്നു അത് ഹെൽപ്ഫുൾ ആയിരിക്കാം. ഒരു 12 മണിയോട് ഒരു 11, 12, 12:30 മണിക്ക് പ്രയാഗ്രാജിൽ എത്തുന്ന രീതിയിൽ നിങ്ങളുടെ ട്രാവൽ പ്ലാൻ ചെയ്യുക. എന്നിട്ട് അതേ ദിവസം തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് മുന്നേ തന്നെ അവിടെ നിന്ന് തിരിച്ച് വരാൻ നോക്കുക. നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക. എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്ന് ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു. എക്സിസ്റ്റിംഗ് കണ്ടീഷനിൽ ഇതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. താങ്ക് യു.